Hi dears, Assalamualaikum, welcome back. ഇന്ന് ഞാൻ സദ്യ സ്പെഷ്യൽ മോര് കറിയാണ് ഇവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. മോര് കറി ഞാനിവിടെ തയ്യാറാക്കിയെടുക്കുന്നത് കുമ്പളങ്ങ വെച്ചിട്ടാണ്. സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണല്ലോ മോര് കറി എന്ന് പറയുന്നത്. അപ്പോൾ ഇതറിയാത്ത പുതിയ കൂട്ടുകാർ, പുതിയ പാചകം പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കുമ്പളങ്ങ തൊലിയൊക്കെ കളഞ്ഞ് ഇതുപോലെ വലിയ പീസായിട്ട് എടുത്തിട്ടുണ്ട്. വലിയ പീസാകുമ്പോഴേ കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ, കഴിക്കുമ്പോഴും അതിങ്ങനെ കടിക്കുമ്പോഴൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് കുക്കറിലാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിലേക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1/4 കപ്പ് വെള്ളവും ചേർത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ മൺചട്ടിയിലൊക്കെ ചെയ്തെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഈസിയാണ്. അപ്പോൾ ഇത് നമുക്കൊരു 3 വിസിൽ, നല്ല ഹൈ ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടോളൂ കേട്ടോ, പക്ഷെ കൂടുതൽ വെന്തൊടയൊന്നും ചെയ്യരുത്. അങ്ങനെ 3 വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഒരു മിക്സിയുടെ ബ്ലെൻഡർ എടുത്തിട്ട് അതിലേക്കൊരു 1/2 കപ്പ് തേങ്ങയും ഒരു 4 ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ ഇപ്പോഴാണ് മുളക് ചേർക്കുന്നത്. അപ്പോൾ 2 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്, 2ഓ 3ഓ ഒക്കെ എടുക്കാം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം, അത് അരഞ്ഞ് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി അവിടെ മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ കുമ്പളങ്ങയൊക്കെ വെന്തിട്ടുണ്ടോ നോക്കാം. അപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, 3 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ഇത് കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഓവറായിട്ട് കുക്കായി പോരുത് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ അതിലേക്ക് തേങ്ങ അരച്ചത് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആ ജാറൊന്ന് ചുവറ്റിയിട്ട് കുറച്ചുകൂടെ ഒഴിച്ച് കൊടുക്കുക. നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ സെയിം ജാറിൽ തന്നെ ഞാൻ 1/2 കപ്പ് തൈര് കൂടെ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അതിൽ കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടി, പുളിക്ക് വേണ്ടിയിട്ട് തൈരാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഒഴിച്ച് കറി പോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുക. പുളിശ്ശേരി മോഡലാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചിത് കറി ഒഴിച്ച് കഴിക്കാൻ പറ്റിയിട്ടുള്ള രീതിയിൽ ഒഴിച്ച് കറി ആയിട്ടാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ഒരു തിള വരുമ്പോൾ സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തൈര് കൂടെ ഒഴിച്ച് കൊടുക്കുക. തൈരൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് പുളിക്കനുസരിച്ചാണ് ചേർക്കേണ്ടത്. ഞാൻ ഇവിടെ 1/2 കപ്പാണ് എടുത്തിട്ടുള്ളത്. അത് കൂടെ ചേർത്തിട്ട് പെട്ടെന്ന് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. പിന്നെ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വറവിട്ട് കൊടുക്കണം. പിന്നെ ഉപ്പ് ചിലപ്പോൾ കുറച്ച് കുറവുണ്ടാവും. ഇപ്പോൾ ആ ഒരു സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇത് വറവിട്ടെടുക്കാൻ പോവാണ്. ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട് ചൂടായിട്ട്. അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു 1/2 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിക്കുക. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്കൊരു 3 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് അങ്ങ് ഫ്ലെയിം ഓഫ് ചെയ്യുക. മൺചട്ടിയാണ്, പിന്നെ കൂടുതൽ വെച്ചാൽ അത് കരിഞ്ഞു പോവും. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ട് നമ്മുടെ കറി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മൺചട്ടി ആയതുകൊണ്ട് തന്നെ കണ്ടില്ല സൈഡൊക്കെ ഇങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുന്നത്. പറയുമ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുളിശ്ശേരി എന്നും പറയാം. ഇത് വെള്ളം ഇല്ലാതെ ആക്കുകയെന്നുണ്ടെങ്കിൽ പുളിശ്ശേരി എന്നും പറയാം. അപ്പോൾ നമ്മുടെ സദ്യ സ്പെഷ്യൽ കുമ്പളങ്ങ മോര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ട്രൈ ചെയ്തവർ തന്നെ ആവും മിക്കവാറും എല്ലാവരും. ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്, ഞാൻ പറഞ്ഞ പോലെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ, പുതുതായി കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയും അടുത്തൊരു ദിവസം പുതിയൊരു ഓണം സ്പെഷ്യലുമായിട്ട് നമുക്ക് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു.